എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രയോഗിക്കുവാൻ പറ്റുന്ന ഒരു ചെറിയ ടെക്നിക്കിനെ പറ്റിയാണ്. എന്താണ് ആ ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് വേണം എന്നുണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കോച്ചിങ് വേണം എന്നുണ്ട് എങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായി നമ്മളോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഷെയർ ചെയ്യുവാനും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ്, അതേപോലെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുവാനായിട്ട് വന്ന ആ ഒരു സിമ്പിൾ ടെക്നിക്ക് എന്നത്. മറ്റൊന്നുമല്ല, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്ന് യാത്ര പോകുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ബീച്ച് അല്ലെങ്കിൽ കടൽ തീരം. ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ ശാന്തവും സുന്ദരവുമായ പ്രകൃതിയിലെ ഒരു മനോഹരമായ ഒരു അത്ഭുതമാണ് കടൽ എന്ന് പറയുന്നത്. ഈ കടലിലൂടെ നമുക്ക് ശാന്തമായി ഈ പ്രപഞ്ചത്തോട് സംസാരിക്കുവാൻ സാധിക്കും. പ്രപഞ്ചത്തെ നമുക്ക് വളരെ മനോഹരമായി കടൽ വഴി വീക്ഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടവേളകൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തി തന്നെ ഒരു ബീച്ച് സന്ദർശിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വർഷത്തിൽ 1-2 തവണയെങ്കിലും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴൊക്കെയാണോ നമ്മൾ ബീച്ച് പോലുള്ള പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അത് നമ്മുടെ ആത്മാവിനെ കൂടുതലായി പ്രപഞ്ചത്തോട് അടുപ്പിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു ബീച്ച് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ശരിയായ ഒരു രീതിയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ബീച്ചിലേക്ക് പോകുവാൻ ഒരു ദിവസം സമയം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ബീച്ചിനടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നും തന്നെ ആയിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്താവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ബീച്ച് ആക്സസ് വളരെ കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വർഷത്തിൽ 1-2 തവണയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയവും സൗകര്യവും കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു ദിവസം പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും ഇതിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന സമയം ഈവനിങ് സമയമാണ്. നിങ്ങൾക്കിനി പുലർച്ചെ അല്ലെങ്കിൽ അതിരാവിലെയാണ് സമയം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഉദ്ദേശം ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈവനിങ് സമയം തന്നെയാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങൾ ഈ ഒരു സമയത്തിന് ഏറ്റവും അനുകൂലമാണ്. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം സമയം കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം നിങ്ങൾ പൂർണ്ണമായും ഫ്രീ ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം നമ്മൾ മറ്റൊരു കാര്യത്തിലും വ്യാപൃതരാകാൻ പാടില്ല. ആ സമയത്ത് വരുന്ന തിരക്കുകളെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ നേരത്തെ തന്നെ എടുക്കുക. അതുപോലെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് സൈലന്റ് ആക്കുകയോ സ്വിച്ച് ഓഫ് ആക്കി മാറ്റുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ജേർണിയിലാണ് എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി നിങ്ങളുടെ കയ്യിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. ഒരു പേപ്പറിൽ വളരെ വ്യക്തമായി നിങ്ങൾ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ വിഷ് എഴുതുക. എഴുതുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് തരണമേ പ്രപഞ്ചമേ എന്ന് എഴുതാൻ പാടില്ല. പകരം ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, നിങ്ങൾ അത് നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കടക്കുക. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ സ്വപ്ന ഭവനം നൽകിയതിന് നന്ദി എന്ന് നിങ്ങൾ വ്യക്തമായി അതിൽ എഴുതുക. ഇനി നിങ്ങളുടെ മറ്റെന്തെങ്കിലും ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ
അതും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞു വേണം അത് നിങ്ങൾ എഴുതുവാനായി. ദെൻ നിങ്ങൾ ഇങ്ങനെ ബീച്ചിൽ പോവുക. ബീച്ചിൽ പോയി വളരെ കാമായിട്ടും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി, സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കുറച്ചു സമയം തിരമാലകളിലേക്ക് നോക്കുക. കണ്ണ് തുറന്നു തന്നെ നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനായി ശ്രമിക്കുക. അതായത് മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ എല്ലാം മാറ്റി ആ തിരമാലകളിലേക്ക് മാത്രം നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഹൃദയത്തിനെയും ഫോക്കസ് ചെയ്ത് നിർത്തുക. ഒരു 5 മിനിറ്റ് എങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതിയ ആ ഒരു ആഗ്രഹം ഒരു അഫർമേഷന്റെ രൂപത്തിൽ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് മനസ്സിൽ ഉരുവിടാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്, തൊട്ടടുത്തെങ്ങും മറ്റ് വ്യക്തികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ, വളരെ പതിയെ ശബ്ദത്തിൽ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് ഉരുവിട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ കുറച്ചു സമയം ആ ഒരു കടലിലേക്കും ആകാശത്തിലേക്കും ആ പ്രകൃതി രമണീയമായ ആ അന്തരീക്ഷത്തിലേക്കും നോക്കി നിങ്ങൾക്ക് ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ പറയുമ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ, നന്നായിട്ട് അത് ഫീൽ ചെയ്ത് പറയുക. ദെൻ നിങ്ങൾ കുറച്ചു സമയം സൈലന്റ് ആയിരുന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു വീഡിയോ രൂപേണ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കണ്ണ് തുറന്ന് വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ബീച്ച് തെറാപ്പി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ പെയ്ഡ് സെഷൻസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ, അതേപോലെ ടാരോ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.